40 മക്കളുള്ള ഒരു അച്ഛനും അമ്മയും. അതെ, ചേർത്തല പള്ളിപ്പുറം സ്വദേശികളാണ് ഇവർ, ഗോപാലകൃഷ്ണനും ശാന്തകുമാരിക്കും. 40 പേർ മക്കളുണ്ട്. പറയുമ്പോൾ പള്ളിപ്പുറം തിരുവൈരാണിക്കുളം ക്ഷേത്രത്തിലെ പശുക്കളുടെ പരിപാലകരാണ് ഗോപാലകൃഷ്ണനും ശാന്തകുമാരിയും. അവരുടെ വിശേഷങ്ങളാണ് ഇനി പുത്തൻപുരിയിൽ. അതിനുശേഷം ഇടവേളയ്ക്ക് ശേഷം സുമേഷ് പൊന്നവടിയാണ് ക്യാമറ. അദ്ദേഹത്തിന്റെ പേര് ശ്രദ്ധിച്ചായിരുന്നോ? ഗോപാലകൃഷ്ണൻ അറിഞ്ഞിട്ട പേരാണ്. ഇതാണ് ഗോപാലകൃഷ്ണനും ശാന്തമ്മയും. 75-കാരൻ ഗോപാലകൃഷ്ണനും 71-കാരി ശാന്തമ്മയും എപ്പോഴും സന്തോഷത്തിലാണ്. അസുഖമൊന്നുമില്ല. കാരണം അവരുടെ മക്കൾ തന്നെ. ഈ കാണുന്നവരാണ് അവരുടെ മക്കൾ. എല്ലാവർക്കും പേരുകളുണ്ട്. അമ്മയൊന്ന് നീട്ടി വിളിച്ചാൽ ഓടിയെത്തും. പിന്നെ കൊഞ്ചലായി, കളികളായി, സ്നേഹപ്രകടനമായി. ചേർത്തല പള്ളിപ്പുറം തിരുവൈരാണിക്കുളം കളത്തിൽ ക്ഷേത്രത്തിലാണ് ഗൗരീശങ്കരം ഗോശാല. നാടൻ പശുക്കളുടെ സംരക്ഷണ കേന്ദ്രമാണ്. ഒപ്പം ഇന്ത്യയിലെ വിവിധ ബ്രീഡുകളിലുള്ള പശുക്കളുമുണ്ട്. പതിനൊന്ന് വർഷം മുമ്പാണ് ദമ്പതികളായ ഗോപാലകൃഷ്ണനും ശാന്തകുമാരിയും ഗോശാലയുടെ ചുമതലക്കാരായെത്തുന്നത്. അന്ന് പാർവതി എന്ന പാറവും 2 കാളകളും മാത്രമായിരുന്നു ഗോശാലയിലുണ്ടായിരുന്നത്. പിന്നീട് ഭക്തർ നടക്കിരുത്തിയതും ദേവസ്വം വാങ്ങിയതുമായി പശുക്കളും കാളകളും കിടാങ്ങളും ഒക്കെയായി 40 പേരുണ്ട് ഇവിടെ. രണ്ടെണ്ണേ ഉള്ളൂ. 2 പാറും 3 ഉള്ളൂ. അത് തെക്കാണ്. അവിടെ നിൽക്കുന്നത് 7-ാം മാസത്തിൽ ഞങ്ങളെ ഏൽപ്പിക്കുന്നത്. അതിനുശേഷം 7-ാം മാസം മുതൽ ഞങ്ങൾ പ്രസവം എടുത്തു. അതിനുശേഷം ആ കുട്ടി പിന്നീട് തുടർച്ചയായിട്ട് ഇങ്ങോട്ട് പ്രസവം നടന്നുകൊണ്ടിരുന്നത് 5-6 എണ്ണം പാറു പ്രസവിച്ചു. എത്ര പശുക്കളുണ്ട് ഇപ്പൊ ഇവിടെ? പശുക്കളും കാളകളും ഒക്കെ ആയിട്ട് മൊത്തത്തിൽ 35-40 എണ്ണം വരും. രാവിലെ 4 മണിക്ക് ഉണരുമ്പോൾ മുതൽ പശുക്കൾക്കൊപ്പമാണ് ഗോപാലകൃഷ്ണനും ശാന്തകുമാരിയും. ഞാൻ വീട്ടിൽ പോയിട്ട് 10 വർഷമായി. ഇതിനെ ആ പാറുവിനെ നോക്കാനായിട്ട് എന്നെ ഏൽപ്പിച്ചു. അന്ന് മുതൽ ഞാൻ അതുങ്ങളുടെ കൂടെയുള്ള ജീവിതമാണ്. തൊഴുത്ത് പണിയുന്നതിന് മുമ്പും ആ തൊഴുത്തിനകത്ത് എവിടെയെങ്കിലും ഒതുങ്ങിക്കൂടി അവരുടെ കൂടെ ഉണ്ടാവും. രാത്രി 1:30-1 മണിയൊക്കെ പ്രസവിക്കുമ്പോൾ ഞാൻ മാത്രമേ ഉണ്ടാവുള്ളൂ. നാടൻ പശുക്കളെ ആവശ്യമുള്ളവർക്ക് ഇവിടെ നിന്ന് വാങ്ങാം. പശുക്കളുടെ പാല് ക്ഷേത്രത്തിലെ ആവശ്യങ്ങൾക്ക് ശേഷം ഇവിടെ തന്നെ വിൽക്കുകയാണ് പതിവ്. പാർവതി എന്ന പാറുവാണ് ഗോശാലയിലെ ആദ്യ പശു. ഹരിയാനയിലെ ഹൈബ്രിഡ് ഇനത്തിൽപ്പെട്ടതാണിവൾ. ഇതിനുശേഷമാണ് ഗോശാല നാടൻ പശുക്കളുടെ സംരക്ഷണ കേന്ദ്രമായി മാറിയത്. നമ്മുടെ നാട്ടിലെ കുട്ടമ്പുഴയിൽ നിന്ന് കൊണ്ടുവന്ന പെരിയാർ വാലി, വെച്ചൂർ പശു, കാസർഗോഡ് കുള്ളൻ എന്നിവയ്ക്കൊപ്പം ശ്രീകൃഷ്ണന്റെ ജന്മനാട്ടിൽ നിന്നെത്തിയ കൃഷ്ണവാലിയും രാജസ്ഥാനിലെ ഗീർ ഇനത്തിൽപ്പെട്ട ഗൗരിയുമെല്ലാം അവരുടെ കുഞ്ഞുങ്ങൾക്കൊപ്പം ഗോപാലകൃഷ്ണന്റെയും ശാന്തമ്മയുടെയും പരിചരണത്തിൽ
നല്ല ഹാപ്പിയായി ഇവിടെ കഴിയുന്നു. ക്യാമറമാൻ സുമേഷ് പുന്നമടയ്ക്കൊപ്പം നിഷാ ദിലീപ്, ജനം, ആലപ്പുഴ.